ഹായ് ഗൈസ്, അപ്പം ഇന്ന് നമ്മൾ കൽബിയിലുള്ള ഒരു സൂവിലും പോകാൻ പോവാണ്. പിന്നെ ആ സൂവിൻ്റെ കുറച്ചൊക്കെ അടുത്തായിട്ട് തന്നെ ഹാങ്ങിങ് ഗാർഡനും ഉണ്ട്, അവിടെയും പോകാൻ പോവാണ്. നമ്മൾ അങ്ങോട്ട് പോകണ വഴിക്ക് നമ്മൾ അവിടെ ഒരു വാതി പോലെ കണ്ടു. അപ്പോൾ അവിടെ ഇറങ്ങി. അപ്പോൾ സംഭവം അതൊരു വാതിയല്ല, അത് മറ്റേ മഴവെള്ളം വീണിട്ട് മഴവെള്ളം കെട്ടിയേക്കണ സംഭവമാണത്. പിന്നെ അങ്ങനെ ഓരോ സ്ഥലങ്ങളും ഇങ്ങനെ ട്രാവൽ ചെയ്ത് അങ്ങനെ നമ്മൾ അവസാനം സൂവിലെത്തിയിട്ടുണ്ട്. അപ്പോൾ സൂവിൻ്റെ ഔട്ട്ഡോറത്തെ കാഴ്ചയാണ് ഇത്. നിറയെ അറേബ്യൻ തൗർ എന്ന് പറഞ്ഞിട്ടൊരു ആനിമലുണ്ട്, കൂടെയൊക്കെ നിറയെ ഉണ്ട്. പിന്നെ ഇടയിലൊക്കെ മാനുകളും നടക്കുന്നുണ്ടെന്നാണ് തോന്നുന്നത്. കൂടുതലായിട്ട് അറേബ്യൻ തൗറാണത്. നമ്മൾ വന്ന മ്യൂസിയത്തിൻ്റെ പേര് അൽ ഹിഫായ മൗണ്ടൻ കൺസർവേഷൻ സെൻറ്റർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സൂക്കാണ് നമ്മൾ വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ എൻ്റർ ചെയ്തപ്പോൾ തന്നെ ഇവിടെ കാണുന്നത് കുറേ ആനിമൽസിൻ്റെ എന്തൊരു QR കോഡ് പോലെയാണ്. അത് സ്കാൻ ചെയ്തപ്പോൾ നമുക്ക് വലുതായിട്ടൊന്നും കിട്ടുകയൊന്നുമില്ല. ഇത് നമ്മൾ ഓരോരോ ആനിമൽസിനെ ഇങ്ങനെ കൂട്ടിലിട്ട് വെച്ചിരിക്കുകയാണ്. അപ്പോൾ പിന്നെ അതിൻ്റെ ഉള്ളിലുള്ള കുറേ സ്പെഷ്യലായിട്ടുള്ള പ്ലാന്റ്സിനെയും എല്ലാം മെൻഷൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം ഈ സൂവിലേക്ക് കയറാൻ വേണ്ടിയിട്ട് നമുക്ക് 15 വരുന്നത്. 12 വയസ്സിന് മുകളിലുള്ള ഒരാൾക്ക് 15 ദിർഹംസ് വരുന്നത്. ഇൻഡോർ ഫ്രീ ആണ്, ഔട്ട്ഡോർ ആണ് പൈസ. അപ്പോൾ ഇത് നമ്മൾ ഇൻഡോറിലാണ്. അപ്പോൾ ഇവിടെ കുറേ ആനിമൽസിൻ്റെ മുട്ട, പിന്നെ അവരുടെ ബോൺസ്, പിന്നെ അവരുടെ മറ്റേ കാൽപാദങ്ങൾ, അങ്ങനെയൊക്കെ കുറേ സംഭവങ്ങളൊക്കെ അവിടെ ചില്ലിലാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ കുറേ പിക്ചേഴ്സ് ഉണ്ട്, ഓരോരോ ആനിമൽസിൻ്റെ കുറേ പിക്ചേഴ്സ് ഉണ്ട്. അപ്പോൾ ഇരിക്കുന്നതാണ് അറേബ്യൻ ലിയോപാഡ്. അപ്പോൾ ഓരോ കൂട്ടിലായിട്ട് ഓരോരുത്തരാണ്, ഓരോരോ സെക്ഷനായിട്ട് അവരിങ്ങനെ തിരിച്ചിരിക്കുകയാണ്. പിന്നെ നമ്മൾ വേറെ സമയത്തിൽ വന്നു. അപ്പോൾ അവിടെ കുറച്ചുകൂടി ഒരു ഡാർക്കായിട്ടുള്ളൊരു പ്ലേസാണ്. അവിടെ കുറച്ച് ലൈറ്റൊക്കെ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്, ഒരു ഫോറസ്റ്റ് പോലെ ഫീൽ ചെയ്യാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഓരോരോ സംഭവങ്ങൾ ചെറിയ കൂട്ടിലാക്കിയിട്ട് വെച്ചിട്ടാണ്. നേരത്തെ കാണിച്ചത് ഒരു പല്ലി പോലത്തെ എന്തൊരു സംഭവമാണ് ഇത്. ഇപ്പോൾ തവളുണ്ട്, അതിൻ്റെ അടിയിൽ തന്നെ ഫോറസ്റ്റ് പോലെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിൻ്റെ അടിയിൽ മറ്റേ അവർ കുറച്ച് വെള്ളം കൊടുത്തിട്ട് അതിൽ മീനിനൊക്കെ ഇട്ടിട്ടുണ്ട്. പിന്നെ നെക്സ്റ്റ് വരുന്നത് കോമൺ ആയിട്ടുള്ള ഏതോ ഒരു ഫിഷാണ്. അപ്പോൾ അങ്ങനത്തെ കുറേ ഉണ്ട് ആ അക്വേറിയത്തിൽ. ഒരു വൈൽഡ് അക്വേറിയം പോലെ തന്നെയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ കുറേ ഫിഷാണ്.
ഔട്ട്ഡോറിൽ പോകാൻ തുടങ്ങി. ഔട്ട്ഡോറിൽ വലിയതായിട്ട് സംഭവങ്ങളൊന്നുമില്ല, ഇൻഡോറിലാണ് കാര്യമായിട്ടുള്ളത്. പിന്നെ നമ്മൾ അതിൻ്റെ അവിടെ അടുത്ത് തന്നെ ഉണ്ടായിരുന്ന ഒരു ഡാം പോലെ ഒരു സ്ഥലമുണ്ട്. അവിടെ നമ്മൾ ഇറങ്ങി. അവിടെ ബോട്ടിങ്ങും ആക്ടിവിറ്റീസൊക്കെ ഉണ്ട്. അവിടെ അതൊക്കെ തുടങ്ങണുള്ളൂ. അപ്പോഴത്തേക്കും പിന്നെ നമ്മൾ അവിടുന്ന് ഹാങ്ങിങ് ഗാർഡനിലേക്ക് പോയി. അപ്പോൾ സമയം നമ്മൾ ഹാങ്ങിങ് ഗാർഡനിൽ എത്തിയിരിക്കുകയാണ്. ഹാങ്ങിങ് ഗാർഡനിൽ ഒരാൾക്ക് 5 dirhams ആണ് വരുന്നത്, 6 yearsന് മുകളിലുള്ള ആൾക്കാർക്ക്. നമുക്ക് ഹാങ്ങിങ് ഗാർഡനിൽ ഇങ്ങനെ സ്റ്റെപ്പ് കയറി മുകളിലേക്ക് പോവാം. അവിടെയൊക്കെ ഇങ്ങനെ നല്ല ഫോട്ടോ എടുക്കാൻ നല്ല തീമുകളുണ്ട്. നിറയെ പൂക്കളും നിറയെ ചെടികളൊക്കെ ആയിട്ട് നല്ല രസമുണ്ട് കാണാൻ. ഒരു 6 മണിയൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഹാങ്ങിങ് ഗാർഡനിൽ പോവുകയാണ്. അപ്പോൾ ഇതാണ് ഹാങ്ങിങ് ഗാർഡൻ്റെ നൈറ്റ് വ്യൂ ലൈറ്റൊക്കെ ഇട്ടിട്ട്. അന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ.